ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ സാധനത്തിൻ്റെ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചെറിയ കാര്യത്തിൻ്റെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത്. അപ്പം അതിനു മുന്നേ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുമോ പ്ലീസ്. ഓക്കെ, അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാവേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്ലിൻ അഥവാ പെട്രോളിയം ജെല്ലിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വാക്സും അതേ മിനറൽ ഓയിൽസും ആണ് കേട്ടോ അടങ്ങിയിരിക്കുന്നത്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഇതിനകത്തുള്ള ഘടകങ്ങൾ. അപ്പം ഇതിനകത്തുള്ള ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരു മോയ്സ്ചറൈസർ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ മോയ്സ്ചറൈസർ അല്ല, മോയ്സ്ചറൈസർ എഫക്റ്റാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള വാട്ടർ ലോസ് ഉണ്ടല്ലോ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ അപ്പം ഞാൻ ഇതിൻ്റെ യൂസസ് പറയുന്നതിനെക്കാട്ടും മുന്നേ ഇതിൻ്റെ ദോഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. കാരണം ഇതിൻ്റെ ദോഷങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നാലാണ് ഈ യൂസസിൻ്റെ വീഡിയോസ് കാണാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്തിരുന്നാലും ഇതിനെ അത് ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനത്തെ ഒരു കഴിവ് ഈ വാസ്ലിനുണ്ട്. ഇപ്പം നമ്മുടെ സ്കിന്നൊന്ന് കഴുകിയെന്ന് വെച്ചോ, കഴുകി ഒരു ചെറിയ ഒരു നനവോട് കൂടി നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ നനവോട് കൂടി നമ്മുടെ സ്കിന്നിൽ അങ്ങനെ തന്നെ ഇരിക്കും. അത് നമുക്ക് നല്ല ബെനിഫിറ്റാണ്. കാരണം നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസായിട്ട് നമ്മുടെ സ്കിന്നിരിക്കും. അതേസമയം നമ്മുടെ ഡേർട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിലും, ഡേർട്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എന്താണോ നമ്മുടെ സ്കിന്നിലുള്ളത് അതിൻ്റെ മേലെ കൂടെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ലോക്ക് ചെയ്ത് വയ്ക്കും. അതായത് ഡേർട്ടിനെ ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ ഡേർട്ടിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് പിമ്പിൾസ് വരും, അങ്ങനെ സ്കിന്നിന് അതിൻ്റേതായ ഇൻഫെക്ഷൻസ് വരും. അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാസ്ലിൻ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഏരിയ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഇതൊരു ഫേസ് വാഷ് ഇട്ടോ ഇല്ല നിങ്ങൾ എന്താണ് യൂസ്, ചെറുപയർ പൊടിയോ കടലമാവോ അങ്ങനെ എന്തിട്ടാണോ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ വാഷ് ചെയ്യുന്നത് അത് വെച്ച് വാഷ് ചെയ്ത ശേഷം മാത്രം വാസ്ലിൻ അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ സൈഡ് എഫക്റ്റേ കിട്ടുള്ളൂ. നല്ല യൂസ്ഫുൾ ആയ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓയിലി സ്കിന്നുകാർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മോയ്സ്ചറൈസർ എഫക്റ്റ് തരുന്നതിനപ്പുറം തന്നെ ഇത് ഭയങ്കരമായിട്ട് ഓയിലിയാണ്. അപ്പം ഇതെന്ത് ചെയ്യും, ഓയിൽ കുറച്ചുകൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഓയിലി ആയിട്ടേ തോന്നത്തുള്ളൂ. പിന്നെ അത് പിമ്പിൾസ് വരാനൊക്കെ ആയിട്ട് കാരണമാവും കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഇത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്തതാണ്. ഡ്രൈ ടു എക്സ്ട്രീം ഡ്രൈ ഉള്ളവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം അവർക്കാണ് ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് നടക്കത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടും ഗൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺ. ഈ ഒരു കാര്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് ഇല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരിക്കലും സൺലൈറ്റ് അടിക്കാൻ പാടില്ല. സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിനെ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നാച്ചുറൽ വാക്സും മിനറൽ ഓയിൽസും ആണ്. അപ്പം ഇതുള്ളത് കൊണ്ട് തന്നെ സൺലൈറ്റ് അടിക്കാൻ നേരത്തെ നമുക്കത് സൈഡ് എഫക്റ്റ് ആയിട്ട് വരത്തേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല. ആ പറയുന്നതും ഞാൻ പഠിച്ചിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് സൈഡ് എഫക്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ യൂസസ് പറയാം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ പിന്നെ നിങ്ങൾക്കും ബോറടിക്കും, എനിക്ക് പറഞ്ഞ് ബോറടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് യൂസസ് കാണാം കേട്ടോ. അപ്പോൾ ബൈ.